നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മാടക്കത്തറ പഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ ആവേശമായി. പനഞ്ചകംചിറ പാർക്കിന്റെയും ടെൻസ് മാടക്കത്തറ തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാളിന് കൊടിയേറി. വിശദമായ വാർത്തകളിലേക്ക്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശശിധരൻ TK, വിമുക്ത ഭടന്മാരില്ലാത്ത പക്ഷം ജോസുണ്ടി പുലിക്കോട്ടി, ആദരമേറ്റുവാങ്ങുന്നതിനു വേണ്ടി അവർ എത്തിച്ചേരാമെന്ന് നേരത്തെ നിർദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTCയുടെ തുറന്ന ജീപ്പിന്റെ ട്രയൽ റൺ നടത്തുന്ന ദിവസമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സുവോളജിക്കൽ പാർക്ക് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഘടകങ്ങളിലുണ്ട്. സുവോളജിക്കൽ പാർക്ക് 28-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ലോകത്തിന് സമർപ്പിക്കാനുള്ള വലിയൊരുക്കങ്ങളിലാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിന്റെ ആസ്ഥാനത്ത് കൂട്ടിലടക്കപ്പെട്ട ഒരു കൃഷ്ണമുഖം മരിച്ച വേദനയിൽ കവി എഴുതിയ കവിത രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സിരകളിൽ ആളി ഉണർന്നപ്പോഴാണ് അവിടെ കുട്ടികളിൽ അടയ്ക്കപ്പെട്ട മൃഗങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു മോചനം വേണമെന്ന ആശയത്തിലേക്ക് നമ്മൾ നടക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നഗരത്തിലെ മൃഗശാലയിലെ മൃഗങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പുറത്തുള്ള കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എക്സ്ചേഞ്ചിലൂടെയും നേരിട്ട് ലഭ്യമാകുന്ന എക്സസ് അനിമൽസ് മാത്രമല്ല, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്നലെ ഉത്തരവ് തന്ന് ബ്ലാക്ക് ഫണ്ടിൽ നിന്ന് 5.5 കോടി അനുവദിച്ചതോടുകൂടി വിദേശത്തുള്ള അനാക്കോണ്ട, ജിറാഫ്, സീബ്ര, 4 തരം പ്രത്യേക തത്തകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ, പക്ഷികൾ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുക. അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോളോഗ്രാം സൂ വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സൂവിലെ അനുഭവങ്ങൾ 45 മിനിറ്റ് കൊണ്ട് ഒരു ടണലിൽ 4 തവണ നടന്നാൽ നമുക്ക് ബോധ്യമാകുന്ന വിധത്തിൽ ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കുമ്പോൾ ആഫ്രിക്കൻ സൂ സഫാരിയുടെ അനുഭവങ്ങൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ആദ്യ ട്രയൽ റൺ ആവേശമായി. യാത്രക്കാരായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൃശൂരിന്റെ സ്വന്തം ഡബിൾ ഡക്കർ ബസ് നഗരത്തിലെത്തിയെന്ന് മാത്രമല്ല, ട്രയൽ റണ്ണും നടത്തി. രാമനിലയത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത് മന്ത്രിമാരായ K രാജനും ഗണേഷ് കുമാറും ആദ്യാവസാനം വരെ യാത്രയിൽ പങ്കാളികളായി. ആകാശം മുട്ടെ ഇരുന്ന് സ്വരാജ് റൗണ്ട് ചുറ്റിക്കണ്ട് കിഴക്കേക്കോട്ടയിലൂടെ മണ്ണുത്തിയിലെത്തി. ദേശീയപാതയിലൂടെ കുട്ടനല്ലൂർ ഓവർബ്രിഡ്ജ് താണ്ടി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക്. സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം മന്ത്രി K രാജന്റെ വാക്കുകളിൽ നിറഞ്ഞു. ഞാൻ എത്ര കൊല്ലമായിട്ട് ഈ പുത്തൂരിൽ കടന്നടങ്ങി തുടങ്ങി, 10-30 വർഷക്കാലത്ത് അനുഭവം ഉണ്ടോ? ഇങ്ങനെ ഞാൻ ഈ വീട് കണ്ടിട്ടില്ല, ഇങ്ങനെ ഞാൻ ഈ സ്ഥലവും കണ്ടിട്ടില്ല. അതിമനോഹരമായ കാഴ്ച. ഇനി അങ്ങോട്ട് കയറി സുവോളജിക്കൽ പാർക്കിലേക്ക് അകത്തേക്ക് കിടക്കുമ്പോൾ അത് കാണാൻ പോകുന്നത് വേറൊരു വിസ്മയങ്ങളുടെ ലോകമാണ്. യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർക്കാര്
പലപ്പോഴും ഏറ്റവും വികാരപരമായി കാണാറുള്ള ചിലത് ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള പ്രശ്നം വരും. അതിലൊന്നായിരുന്നു ഡബിൾ ഡക്കർ. ഈ ഡബിൾ ഡക്കറിൻ്റെ ചിലവ് എത്ര എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഡബിൾ ഡക്കർ ഇല്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനപ്രതിനിധികളെല്ലാം കൂടി നിയമസഭ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നിരുന്നു. ഈ മണ്ഡലത്തിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ. അപ്പോൾ അവരെല്ലാം ഈ ഡബിൾ ഡക്കർ ബസ്സിൽ കയറിയിട്ട് വന്ന് നിന്ന് സത്യത്തിൽ നമ്മളോട് പറയാണ്, നിങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടേക്ക് ഒരു ഡബിൾ ഡക്കർ കിട്ടിയില്ലല്ലോ. ഞാനും ആലോചിച്ചു, നമ്മുടെ ഒരു ജ്യേഷ്ഠൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഒരു ഡബിൾ ഡക്കർ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സുവോളജിക്കൽ മന്ത്രി ഗണേഷ് കുമാറിനത് ഡബിൾ സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഡബിൾ ഡക്കർ വേണമെന്ന് പറഞ്ഞു. നമ്മളത് വാങ്ങി. അതിനകത്തൊന്നും ആശങ്ക വേണ്ട. കാരണം KSRTC ജീവനക്കാർക്കും അറിയുന്നവർക്കും അറിയാം, 1.5 കോടിക്ക് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 10-12 മാസത്തിനുള്ളിൽ ഇത് ലാഭത്തിലാക്കും. ആ വണ്ടിയിൽ നിന്ന് തന്നെ, അല്ല വേറെ വണ്ടിയുടെ പൈസ എടുത്ത് ഇതിനകത്തിടെയല്ല, ആ വണ്ടി ലാഭത്തിലാക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ ഒന്നിലധികം വണ്ടികൾ തൃശ്ശൂരിൽ ഓടാൻ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു മനസ്സിലെ ഒരു ബിസിനസ് കാൽക്കുലേഷൻ. ഇക്കാര്യം നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് കാണാൻ 2 മാസം ആയില്ലെന്ന്, 2 മാസം ആയിട്ടുള്ളൂ. അതിനിടയിൽ മണ്ണ് പരിശോധന പൂർത്തിയായി. ഇനി അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മതി. ഡിസൈൻ റെഡിയായി, പണം അനുവദിച്ചുള്ള AS കാര്യങ്ങളെല്ലാം, പേപ്പർ വർക്കെല്ലാം ശരിയായി. ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ച് ടെൻഡർ കൊടുത്തു. അയാൾ 40 ദിവസത്തിനുള്ളിൽ അയാൾ പൊളിച്ചു മാറ്റി ഫൈൻ ക്ലോസ് ആണ്. അങ്ങോട്ട് ഫൈൻ തരണം, നമുക്ക് ഓരോ ദിവസം ഇങ്ങോട്ട് പൈസ തരണം. അപ്പോൾ ആ നിലയിലാണ് KSRTC മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പൊളിച്ചു മാറ്റും. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു നവംബർ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കോൺടാക്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെൻഡർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളെല്ലാ പേപ്പറും എല്ലാം. ഇത് മാത്രമല്ല, കേരളത്തിലെ 6-7 ബസ് സ്റ്റേഷനുകൾക്ക് പുതിയ പണി എല്ലാം ഈ പറഞ്ഞ ഒരു വിമാനത്താവളത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് നമ്മൾ. ഞാൻ പണ്ടും പറയും, ഒരു വിമാനത്താവളം പണിയാൻ ശ്രമിച്ചാലേ ഒരു റെയിൽവേ പാർക്കിനുള്ളിലൂടെ പക്ഷിമൃഗാദികളെ കണ്ട് ആസ്വദിച്ച് പ്രധാന കവാടത്തിലെത്തി. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു. മേയർ MK വർഗീസ്, MLA P ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉൾപ്പെടെ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കാളികളായി. ഉദ്ഘാടനം കഴിഞ്ഞാലും നിരവധി പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷമായിരിക്കും അനുമതിയോടെ നിയന്ത്രിതമായ യാത്രക്കാർക്കായി ഡബിൾ ഡക്കറിൽ ഡബിൾ ബെൽ മുഴങ്ങുകയുള്ളൂ. അതിനായി അല്പം കൂടി കാത്തിരിക്കണം. പറ്റുന്ന വിധത്തിൽ 3 KSRTC ബസ്സുകൾ തുടർച്ചയായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക. കണ്ടക്ടർ ഉണ്ടാകില്ല. ഒരു പൊതുസംഖ്യ അതിന് അടയ്ക്കേണ്ടി വരും. എവിടെ നിന്നും കയറാം, എവിടെയും ഇറങ്ങാം. ഒരു ദിവസത്തേക്ക് ഒരു തവണ പണം കൊടുത്താൽ മതി എന്നുള്ള നിലവാരത്തിലാണ് നമ്മളത് തയ്യാറാക്കിയത്. അന്നൊരാശയം ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ളതുപോലെ ഒരു ഡബിൾ ഡക്കർ ബസ് തൃശ്ശൂരിലും. പക്ഷെ അത് അത്ര എളുപ്പം സാധ്യമാകുമോ എന്നറിയില്ല. നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നിയമസഭ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ചെന്ന് ഒരു നിവേദനം എന്നുള്ള നിലയിൽ, സാധാരണ മന്ത്രിമാരും നിവേദനം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കത്ത് കൊടുത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പം തന്നെ MD വിളിച്ചു വരുത്തി ഇന്ന് തന്നെ ബസ്സിന് ഓർഡർ ചെയ്യണം എന്ന് കർശനമായി നിർദ്ദേശം കൊടുത്തു. 1.5 കോടി രൂപ ചിലവ് വരും. അത് KSRTC ഏത് വിധത്തിലാണെങ്കിൽ സംഘടിപ്പിച്ചെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് KSRTCയുടെ MD ഇപ്പോൾ അറിയിച്ചു. അദ്ദേഹം തന്നെ ഇന്ന് നേരിട്ട് വന്ന് കേബിളും ഇലക്ട്രിക് ലൈനും ഒക്കെ എങ്ങനെ മാറ്റിയാലാണ് ഇത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കണം എന്ന് കരുതി അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഈ യാത്രയിൽ പരിശോധന നടത്തി. തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് 2026 ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി, ജനുവരി മാസത്തിൽ, ദിവതിയൊന്നും ഇപ്പോൾ പറയണ്ട, ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പുതുവത്സരത്തിൽ പുത്തൂരിലേക്ക് മാത്രമല്ല തൃശ്ശൂരിൻ്റെ നഗര കാഴ്ചകൾ കാണാനുള്ള ഒരവസരം നമുക്കുണ്ടായതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലങ്ങളോളം കാത്തിരിക്കുക എന്നുള്ള ശീലമല്ല, പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം ഓർഡർ കൊടുത്തു. അത് വരുന്ന സമയം ജനുവരി ആണെന്ന് അറിയിച്ചു. അപ്പോൾ തന്നെ യാത്ര നടത്തി. ഇലക്ട്രിസിറ്റിയുടെ ജീവനക്കാരുൾപ്പെടെയുള്ള കേബിൾ ജീവനക്കാരും പഞ്ചായത്ത് കോർപ്പറേഷൻ ജീവനക്കാരും ഉൾപ്പെടെ അതിൽ യാത്ര ചെയ്തു ജനപ്രതിനിധികളോടൊപ്പം. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാടക്കത്ര പഞ്ചായത്തിലെ വാർഡ് വിഭജനം. വനിതാ സംവരണ വാർഡുകൾ 1 മാറ്റാമ്പുറം, 2 താണിക്കുടം, 8 പാണ്ടിപ്പറമ്പ്, 10 കോട്ടേപ്പാടം, 13 മാടക്കത്ര, 14 ഊരഞ്ചേരി, 16 കള്ളായി, 17 വെള്ളാനിശ്ശേരി. SC സംവരണ വാർഡ് 4 കരുവാൻകാട്. ജനറൽ വാർഡുകൾ 3 മുട്ടിക്കൽ, 5 കട്ടിലപ്പൂവം, 7 ചിറക്കക്കോട്, 9 കിഴക്കേ വെള്ളാനിക്കര, 11 പനഞ്ചകം, 12 പടിഞ്ഞാറെ വെള്ളാനിക്കര, 15 പുല്ലാനിക്കാട്, 18 പൊങ്ങണംകാട്.
പ്രസിദ്ധ മരിയൻ തീർത്ഥകേന്ദ്രമായ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയിലെ പരിശുദ്ധ ഫാത്തിമ നാഥായുടെ തിരുനാൾ ഒക്ടോബർ 18-19 തീയതികളിൽ ആഘോഷിക്കുന്നു. ആനപ്പുറത്തെ കുടമാറ്റം മിനി പൂരമാക്കുന്ന തിരുനാളാണിത്. പുഷ്പാലങ്കൃതമായ കപ്പേളയും ദീപാലങ്കൃതമാകുന്ന നവദേവാലയവും കേന്ദ്രീകരിച്ച് ജപമാല പ്രദക്ഷിണം നൊവേനയിലും ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും പുരാതന വിശ്വാസ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. തിരുനാളിന്റെ ഭാഗമായ ദീപാലങ്കാരം സ്വിച്ച് ഓൺ വെള്ളിയാഴ്ച വൈകുന്നേരം 7:30 വിയൂർ SHO മിഥുൻ KP നിർവഹിക്കും. കൂട് തുറക്കൽ 18 ശനിയാഴ്ച വൈകുന്നേരം 5:30 ദിവ്യബലിക്ക് ശേഷം ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ നിർവഹിക്കും. തിരുനാൾ ദിവസമായ 19 ഞായറാഴ്ച രാവിലെ 5:30, 6:30, 8:30 വിശുദ്ധ കുർബാനകൾ, 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. മുഖ്യ കാർമ്മികൻ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ. സന്ദേശം ഫാദർ ജെയ്സൺ കാളൻ OFM കപ്പുച്ചിൻ സഭ പ്രൊവിൻഷ്യൽ. വൈകുന്നേരം 7 തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ സന്ദേശം നൽകും. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. തിരുനാളിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത്, ജനറൽ കൺവീനർ ജോബി മുണ്ടാടൻ, ട്രസ്റ്റിമാരായ ജോസഫ് CP, MP ജോൺസൺ, ഡേവിസ് KJ, പോൾ KP എന്നിവരുടെയും ജോസഫ് പൊട്ടത്തുപറമ്പിൽ ജോയിന്റ് കൺവീനർ, കിഴക്കുഭാഗം കൺവീനർ ലിസൺ കോളങ്ങാടൻ, പടിഞ്ഞാറ് വിഭാഗം കൺവീനർ ജീസോ ലോനപ്പൻ എന്നിവരുടെയും നേതൃത്വത്തിൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, ജനറൽ കൺവീനർ ജോബി മുണ്ടാടൻ, ട്രസ്റ്റി ജോൺസൺ മുരിയാടൻ, കൺവീനർമാരായ CL ഇഗ്നേഷ്യസ്, ലാൻറ്റോ കോളങ്ങാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പനഞ്ചകം ചിറ പാർക്കിന്റെയും ടെൻസ് മാടക്കത്ര തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. മിഷൻ ഡയറക്ടർ സൂരജ് ഷാജി മുഖ്യാതിഥിയായിരുന്നു. കൌൺസിലർ കരോളിൻ ജെറീഷ് പെരിഞ്ചേരി സംസാരിച്ചു. ടെൻസ് മുതൽ മാടക്കത്ര തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ പൂർത്തീകരിച്ചത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 5 വർഷക്കാലം 2020 മുതൽ 2025 വരെ എല്ലാ മേഖലയിലും കൈയൊപ്പ് ചാർത്തിക്കൊണ്ട് ഈ അവസാനമായി നമ്മൾ എത്തിച്ചേരും ഈ സംരംഭത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് ബഹുമാനായ കോർപ്പറേഷന്റെ തന്നെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വർഗീസ് കണ്ടംകുളത്തി. പഞ്ചകം ചിറ ഈ സാമ്പത്തിക വർഷം തന്നെ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഇതിന്റെ പണി പൂർത്തീകരിക്കുകയും അതിനെ മുന്നോട്ട് ഒരു ഭംഗിയുള്ള തരത്തിലാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു പൂങ്കാവനം പോലെ നമുക്ക് ആക്കാൻ സാധിച്ചു. എന്നാൽ നമുക്ക് ഇത് ഒരു മെയിൻ റോഡിൻ്റെ പരിസരത്താണ് ഇത് നിലനിൽക്കുന്നത്. ഈ പ്രദേശവാസികൾക്കൊക്കെ സായാഹ്നങ്ങളിൽ വന്നിരിക്കുന്നതിനും ഒപ്പം തന്നെ ഇവിടെ സമയം ചിലവഴിക്കുന്നതിനുള്ളൊരു അവസരം കൂടി നമ്മൾ മുന്നിൽ കാണും. അതിൻ്റെ ഭാഗമായാണ് 1,10 ലക്ഷം രൂപയാണ് ഇതിന് നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഇരിപ്പിടത്തിനും അതുപോലെ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനൊക്കെ 10 ലക്ഷം രൂപയും ബാക്കി ഇതിൻ്റെ പാർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള നടപടിക്രമങ്ങളും നമ്മൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമുള്ളത്, നമുക്കറിയാം, വളരെ കാലമായി വളരെ ആഗ്രഹത്തോടു കൂടി ഈ പ്രദേശവാസികൾക്ക് ആവശ്യമുള്ളതായിരുന്നു. ഇവിടെ വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ വെള്ളം ചോട്ടിലേക്ക് പോകാൻ ശാശ്വതമായ ഒരു പരിഹാരമില്ലാത്ത ഒരു സാഹചര്യം. അതിനുവേണ്ടി നമ്മൾ ടെൻസിൻ്റെ അവിടെ നിന്ന് ഈ പറയുന്ന മാടക്കത്ര റോഡ് കടന്നു പോകുന്നത് അത്ര നീളത്തിൽ ഈ തോടിൻ്റെ 2 സൈഡും കെട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി അതിൻ്റെ അപ്പുറത്തുള്ളത് 5 കോടി രൂപ കൊടുത്ത് അവിടെ നിന്ന് നമ്മുടെ മുടിക്കോട് നിന്ന് കെട്ടി ടെൻസ് വരെ മുട്ടിക്കുകയും വികസന സദസ്സ് നടത്തി ലക്ഷങ്ങൾ പൊടിച്ചും മാലിന്യത്തിന്റെ പേരിൽ ഗോവൻ യാത്ര നടത്തിയും മേയറും സംഘവും ദൂർത്ത് നടത്തിയെന്ന് പ്രതിപക്ഷം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ലഹള. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഭൂരിഭാഗം കൌൺസിലർമാരും പങ്കെടുക്കാത്ത വികസന സദസ്സിന് ലക്ഷങ്ങൾ ചിലവഴിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ മേയർ താൽക്കാലിക ജീവനക്കാരെ ഉൾപ്പെടെ കോർപ്പറേഷന്റെ ചിലവിൽ ഗോവയ്ക്ക് ടൂർ കൊണ്ടുപോയി.
ജനങ്ങളുടെ പേരിൽ ദൂർത്ത് യാത്ര നടത്തി ഭരണത്തിന്റെ അവസാന നാളുകൾ മേയർ ആസ്വദിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ കുറ്റപ്പെടുത്തി. രാമവർമ്മപുരം EMS ഫ്ളാറ്റിൽ താമസിക്കുന്നവരുടെ ദുരവസ്ഥ കൌൺസിൽ ആരംഭിച്ചയുടൻ തന്നെ ജോൺ ഡാനിയൽ ഉന്നയിച്ചു. വികസന സദസ്സിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്നവർ രാമവർമ്മപുരം EMS ഫ്ളാറ്റിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പ്രോജക്ട് പ്രഖ്യാപിച്ച് അടിയന്തര നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. ഈ ഹരിതകർമ്മസേനയുടെ അംഗങ്ങള് വീടുകളിൽ ചെല്ലുമ്പോൾ വീട്ടുകാരോട് വളരെ റഫായി പെരുമാറും, വളരെ മോശമായി പെരുമാറും, ശരിക്കും വളരെ ക്രൂരമായി പെരുമാറും. ജനങ്ങൾ തന്നെ ഹരിതകർമ്മസേനയുടെ അംഗങ്ങള് ജനങ്ങളോട് വളരെ മോശമായി പെരുമാറുന്നു, വീടുകളിൽ ചെല്ലുമ്പോൾ വളരെ റഫായി പെരുമാറുന്നു, വളരെ റഫായി പെരുമാറുന്നു. അത് മേലെ നമുക്ക് അവർക്കൊരു ക്ലാസ് കൊടുക്കണം. അവർക്ക് അറിയാണ്ടാണ് അത്. അവരവരെ ചിലപ്പോൾ വെയിൽ കൊണ്ട് നടന്നിട്ട് ക്ഷീണം കൊണ്ടും വീടുകളിൽ കയറി കയറിയിട്ട് അവരുടെ കുടുംബങ്ങളാവാം. പക്ഷെ അവർക്കൊരു ക്ലാസ് നമുക്ക് കൊടുക്കണം. ജനങ്ങളോട് പെരുമാറാനായിട്ട് അവർക്ക് അറിയത്തില്ല, വളരെ മോശമായി പെരുമാറുന്നു. ജനങ്ങൾക്ക് തന്നെ വളരെ പ്രതിഷേധമുണ്ട്. വേറെ ശ്രദ്ധിക്കണം. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം പുത്തൂർ പഞ്ചായത്തിൽ സ്ഥാപിച്ച വാട്ടർ ATM ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുത്തൂർ കുരിശുമൂല ഹോമിയോ ആശുപത്രി പരിസരത്തും വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തും 2 വാട്ടർ ATM സ്ഥാപിച്ചത്. 1 രൂപ കോയിൻ ATMൽ നിക്ഷേപിച്ചാൽ 1 ലിറ്റർ കുടിവെള്ളം ലഭ്യമാകും. കുരിശുമൂലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു അധ്യക്ഷനായി. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഇവിടെ പ്രതിപാദിച്ചതുപോലെ മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം. ജീവവായു കഴിഞ്ഞാൽ പിന്നെ കുടിവെള്ളമില്ലാതെ ജീവൻ നിലനിർത്തുക എന്നത് അസാധ്യമായിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ലോകത്തെ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും ലോകത്ത് ഒരു ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും, ശുദ്ധജലത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറച്ചിൽ വളരെ മുന്നേ കൂട്ടി തന്നെ കേരളത്തിലെ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കവിയായിട്ടുള്ള ശ്രീ മുരുകൻ കാട്ടാക്കട മനസ്സിലാക്കിയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പാടിയത്: കുപ്പിയിൽ വെള്ളത്തിന് 8 കാശ്, ജീവവായു നിറച്ചതിന് 5 കാശ്. അപ്പൊ ജീവവായുവിനേക്കാൾ വിലയുള്ളതായി കുടിവെള്ളം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് എല്ലാവർക്കും ഒരു പക്ഷേ കുപ്പിവെള്ളം വാങ്ങിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. 20 രൂപ ഒരു ബോട്ടിലിന് കൊടുക്കണം. റെയിൽവേയിൽ ചെന്ന് കഴിഞ്ഞാൽ 15 രൂപ കൊടുക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ 20 രൂപ കൊടുക്കണം. എല്ലാവർക്കും 20 രൂപ കൊടുത്ത് 1 ലിറ്റർ വെള്ളം വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ കിണറിൽ നിന്നോ എടുക്കുന്ന വെള്ളം അതങ്ങനെ തന്നെ സപ്ലൈ ചെയ്യുന്ന സംവിധാനമല്ല ഇതിലൂടെ ഉള്ളത്. ഇത് ശുദ്ധീകരിച്ച് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീർച്ചയായും ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോവുക. ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. 1 രൂപ മുതൽ മുടക്കി വെള്ളം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ സൗജന്യമായി എന്ത് കിട്ടിയാലും അത് വിലയില്ലാത്തതായി കാണുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിലാണ് നാം ഓരോരുത്തരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൗജന്യ നിരക്ക് എന്ന നിലയിൽ 1 രൂപയ്ക്ക് വെച്ചിട്ടുള്ളത്. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളിന്റെ നവനാൾ ദിനങ്ങൾ ആരംഭിച്ചു. വികാരി ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ, കൈക്കാരന്മാരായ ഷോണി അക്കര, ഷാജു പടിക്കല, ജാഫി ചിറമൽ, ജെയ്സൺ പ്ലാക്കൽ, PRO ജസ്റ്റിൻ പേരുട്ടി, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ, കാലം നമ്മിൽ ഒന്നായി മാറി, ഓരോ നാടും നീ എൻ സ്വന്തം.
SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ 3ാം സംസ്ഥാന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒക്ടോബർ 16, 17, 18 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനാകും. ബെന്നി ബഹന്നാൻ MP, M ലിജു, MLA മാരായ ഉമ തോമസ്, അൻവർ സാദത്ത്, മുൻ MP TN പ്രതാപൻ, TV ചന്ദ്രമോഹൻ, സോയ ജോസഫ് എന്നിവർ സംസാരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിനിധി സമ്മേളനം അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്യും. സൗഹൃദ സമ്മേളനം PC വിഷ്ണുനാഥ് MLA-യും 18-ന് സമാപന സമ്മേളനം TN പ്രതാപനും ഉദ്ഘാടനം ചെയ്യും. മണ്ണുത്തി വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് കോൺടെസ്റ്റ് നടത്തി. ഭക്ഷണങ്ങളുടെ പ്രാധാന്യം, പോഷക നിലവാരം, ആരോഗ്യം എന്നിവയെക്കുറിച്ച് കുട്ടികളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും ഉദ്ദേശിച്ച് കഴിഞ്ഞ 29 വർഷമായി ക്വിസ് കോൺടെസ്റ്റ് നടത്തിവരുന്നു. വിജയിക്കുന്ന സ്കൂളിന് ട്രോഫിയും കുട്ടികൾക്ക് വ്യക്തിഗത സമ്മാനങ്ങളും നൽകി. 2 കുട്ടികൾ വീതമുള്ള ടീമായിട്ടാണ് ഓരോ സ്കൂളുകളെയും മത്സരത്തിൽ പങ്കെടുപ്പിച്ചത്. മാടക്കത്തറ പഞ്ചായത്ത് പട്ടികജാതി സംഘത്തിന്റെ സഹകരണത്തോടെ കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കള്ളായി പട്ടികജാതി ഉന്നതിയിൽ മുട്ടക്കോഴി വളർത്തൽ പരിപാടി സംഘടിപ്പിച്ചു. 2025-26 ICAR SECP സ്കീം പദ്ധതി പ്രകാരമാണ് മുട്ടക്കോഴി വളർത്തൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്.
യുവജനങ്ങളുടെ ജീവിതശൈലിയും മാനസികാരോഗ്യവും പഠനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പഠനത്തിന്റെ ഭാഗമാകാൻ യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ള സന്നദ്ധരായിട്ടുള്ള സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് PG വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. നവംബർ മാസം പകുതിയോടെ ആരംഭിക്കുന്ന പഠനം മാനസികാരോഗ്യ വിദഗ്ധരുടെയും അനുബന്ധ വിഷയത്തിലുള്ള അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. താൽപര്യമുള്ളവർ ഒക്ടോബർ 25 മുൻപ് ksyc.kerala.gov.in എന്ന യുവജന കമ്മീഷന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം മുഖേന അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 047123086030. തൃശൂർ ജില്ലയിലെ വരന്തരപ്പിള്ളിയിൽ മലബാർ ഗ്രാൻഡ്മ ഹോം എന്ന പേരിൽ തണൽ വീടിന്റെ പുതിയ ബ്ലോക്ക് ഒക്ടോബർ 19 3 മണിക്ക് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി R ബിജു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KK രാമചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങി വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. 24,000 അടി വിസ്തീർണത്തിൽ 5,50,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ അഗതികളും അശരണരും പരസഹായമില്ലാതെ ദിനചര്യകൾ നിർവഹിക്കാൻ കഴിയാത്തവരും പൂർണ്ണ കിടപ്പ് രോഗികളും ഓട്ടിസം മുതലായ ശാരീരിക മാനസിക പരാധീനത അനുഭവിക്കുന്ന സ്ത്രീ പുരുഷ ജാതി മത ഭേദമന്യേ 200 പേരെ ഉൾക്കൊള്ളാവുന്ന കെട്ടിടത്തിൽ സൈക്യാട്രി അടക്കമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, ഫാർമസി, ആംബുലൻസ്, ഫിസിയോതെറാപ്പി തുടങ്ങിയ സേവനങ്ങളും സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. തണൽ എന്ന പേരിൽ വരന്തരപ്പിള്ളിയിൽ 100ഓളം അന്തേവാസികളുമായി കഴിഞ്ഞ 5 വർഷമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നതിന്റെ മറ്റൊരു സംഭാവനയാണ് ഈ പുതിയ കെട്ടിടം. മുഖ്യ സ്പോൺസർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. ഒബ്രോൺ ആൻഡ് ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി, ബെസ്റ്റ് ഗ്രൂപ്പ് തൃശൂർ, കല്യാൺ സിൽക്സ് എന്നിവർ സഹ സ്പോൺസർമാരാണ്. കൂടാതെ നിരവധി സുമനസ്സുകളും ഈ സംരംഭത്തിൽ പങ്കാളികളാണ്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി CA ബഷീർ, CSR ഹെഡ് ബഷീർ, സുധീർ ബാബു, ഷൈൻ തറയിൽ എന്നിവരും പങ്കെടുത്തു. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി, എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. അയ്യോ ചേട്ടൻ, വാർത്തകൾ തുടരുന്നു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 6 CDSകളും ISO സർട്ടിഫിക്കേഷൻ നേടിയതിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS പോസ്റ്റർ പ്രദർശനം സംഘടിപ്പിച്ചു.
സമാനതകളില്ലാത്ത സംഘടനാ സംവിധാനത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഘടനയായി സംസ്ഥാനത്തെ കുടുംബശ്രീ മാറി. ഇതിന്റെ ഭാഗമായി ISO അംഗീകാരവും സ്വന്തമാക്കി. ഒല്ലൂർ നിയോജക മണ്ഡലം MLAയും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ മണ്ഡലത്തിലെ CDSകളെയും ADSകളെയും ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് പോസ്റ്റർ പ്രചരണം സംഘടിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ രൂപം നൽകിയ ബൈലോ പ്രകാരം എല്ലാ സേവനങ്ങളും കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. ഗുണനിലവാരമുള്ള ഓഫീസ് സംവിധാനം, പശ്ചാത്തല സൗകര്യ നിലവാരം, പ്രവർത്തന മികവ്, കാര്യക്ഷമത, ഭിന്നശേഷി, വയോജന സൗഹൃദം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത്. പുത്തൂർ കുരിശുമൂലയിൽ നടത്തിയ പരിപാടിയിൽ കുടുംബശ്രീ CDS ADS അംഗങ്ങൾ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഞ്ചേരിച്ചിറ എടക്കളത്തൂർ ഓഡിറ്റോറിയത്തിൽ മെഡിക്കൽ ക്യാമ്പിൽ 10ഓളം പ്രഗത്ഭരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. 1 ലക്ഷം രൂപയുടെ സൗജന്യ മരുന്ന് വിതരണം നടത്തി. ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് തൃശൂർ ജില്ലാ സെക്രട്ടറിയും അഞ്ചേരിച്ചിറ യൂണിറ്റ് പ്രസിഡന്റുമായ ബിജു എടക്കളത്തൂരിന്റെ അധ്യക്ഷതയിൽ വ്യാപാരി വ്യവസായി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ SI ജിസ് മാത്യു മുഖ്യാതിഥിയായി. ഡോക്ടർ PEC പോളി, ഡോക്ടർ സജന ജയ്പാൽ, ഡോക്ടർ ഏലിയാമ റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് ട്രഷറർ പോൾ തേറാട്ടിൽ, റാഫി നീലങ്കാവിൽ, ജെൻസൺ തണ്ടിയേക്കൽ തുടങ്ങിയവരും നേതൃത്വം നൽകി. മണ്ണുത്തി പട്ടാളക്കുന്ന് രായിരത്ത് പത്മനാഭൻ മകൻ രവീന്ദ്രൻ RP റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. 72 വയസ്സ്. അദ്ദേഹം അന്തരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 കൊഴുക്കുള്ളി ഓർമ്മക്കൂട് ശ്മശാനത്തിൽ നടക്കും. ലക്ഷ്മിയാണ് ഭാര്യ. സ്മിത, പ്രീത, ജിത, നിത എന്നിവർ മക്കളാണ്. സുരേഷ് ബാബു, പ്രദീപ് കുമാർ, ജീവൻ, ബിജു എന്നിവർ മരുമക്കളാണ്. തായ്ലൻഡിൽ വെച്ച് മരിച്ച പൊന്നൂക്കര സ്വദേശിനിയുടെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. പൊന്നൂക്കര പോസ്റ്റ് ഓഫീസ് റോഡിലെ ചീരമ്പൻ വീട്ടിൽ ബിജുവിന്റെ ഭാര്യ 44 വയസ്സുള്ള ജാനറ്റാണ് മരിച്ചത്. കഴിഞ്ഞ 3 വിനോദയാത്രയ്ക്കായിട്ടാണ് തായ്ലൻഡിലേക്ക് പോയത്. ഒക്ടോബർ 9 ഫുക്കറ്റിൽ ബീച്ച് റൈഡിൽ പങ്കെടുക്കുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൊന്നൂക്കര സെന്റ് ജോസഫ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഐറിൻ മരിയ, ഷോൺ, സ്റ്റെയിൻ എന്നിവരാണ് മക്കൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടക്കത്തറ പഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ ആവേശമായി. പനഞ്ചകം ചിറ പാർക്കിന്റെയും ടെൻസ് മാടക്കത്തറ തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാളിന് കൊടിയേറി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.